യെസ്, അപ്പൊ നിർമ്മല മാം ആണ് ഇന്ന് നമ്മളോടൊപ്പം ഇവിടെ ജോയിൻ ചെയ്തിരിക്കുന്നത്. ആട് ജീവിതത്തിനെ പറ്റി സംസാരിക്കാൻ വേണ്ടിയാണ്. ആട് ജീവിതത്തിലുണ്ടോ, അഭിനയിച്ചിട്ടുണ്ടോ? എന്റെ ജീവിതമേ ആടുജീവിതമാ. ഞാൻ ആടുകളുടെ കൂടെയാണ്. ആ സിനിമയായിട്ട്, ആ സിനിമയില് ഒരു കഥാപാത്രമായിട്ട്. ഏത് സിനിമ? ആടുജീവിതം. അങ്ങനൊരു സിനിമയുണ്ടോ? പേര് നിർമ്മല. ആ നിർമ്മല. എന്നോട് ആടുജീവിതത്തിനെ പറ്റി സംസാരിക്കാനുണ്ട് ആധികാരികമായിട്ടെന്ന് പറഞ്ഞു. അയ്യോ, ഞാൻ യുവ സംരംഭക. പോയി അതാ തട്ടിയ ഒരു മിനിറ്റ് ബോധം പോയി. അല്ല, എനിക്ക് വീണ്ടും തെറ്റ് പറ്റിയല്ലോ ചേച്ചി. എന്റെ കുഞ്ഞെ, ഞാന് ചെറുപ്പത്തില് എന്റെ പഠിത്തമൊക്കെ നിർത്തിയിട്ട് ഞാൻ കുറെ ആടുകളെയൊക്കെ വളർത്തി. അങ്ങനെ ഞാൻ കോടികൾ സമ്പാദിച്ച ഒരു സംരംഭകയാണ് ഞാൻ. അങ്ങനെ സംസാരിക്കാനാണ് വന്നത്. ജലീന, ദേവിചന്ദന, ചേട്ടാ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ, നിങ്ങളൊക്കെ അഭിനയിക്കുന്ന ആൾക്കാരും ഒക്കെ അല്ലേ? നിങ്ങൾക്ക് ഈ അഭിനയമൊക്കെ എന്നും അങ്ങ് നിക്കണോന്നൊന്നും ഇല്ലല്ലോ. സ്വാഭാവികമായിട്ട് അങ്ങ് ഒഴുകി അങ്ങ് പോകും. ആ കൂട്ടത്തില് നിങ്ങൾക്ക് എന്തെങ്കിലും ഒക്കെ ആവണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ 10 പൈസ സമ്പാദിക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ട്രിക്കുകളൊക്കെ ഞാൻ പറഞ്ഞു തരാം. ശരി, ചേച്ചി ഇങ്ങനെ ആടുകളെ വളർത്തുന്നുണ്ട്? ഞാൻ ആടുകളെ വളർത്തുന്നുണ്ട്, അല്ലാതെ ആട് എന്നെ വളർത്തത്തില്ലല്ലോ. സൂപ്പറാണ്. അപ്പൊ ശരിക്കും മൊത്തത്തിൽ എത്ര ആടുകളുണ്ട്? നിങ്ങൾ കറുത്ത ആടിനെയാണോ ഉദ്ദേശിക്കുന്നത് അതോ വെളുത്ത ആടിനെയാണോ? അങ്ങനെ രണ്ടെണ്ണം. കറുത്ത ആടുകള്, വെളുത്ത ആട്, അങ്ങനെയൊക്കെ. എന്നാ കറുത്ത ആട് എത്രയുണ്ട്? കറുത്ത ആട് 100 ഉണ്ട്. അപ്പൊ വെളുത്ത ആട്? വെളുത്ത ആട് 100 ഉണ്ട്. പിന്നെ 200 പറഞ്ഞാ പോരെ? അല്ല, ഞാൻ എല്ലാ കാര്യവും അത് വ്യക്തമായിട്ട് തന്നെ പറയും, എന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവും. നാളെ ഒരു ചോദ്യം എന്റെ നേരെ വരാൻ പാടില്ല. നല്ല കാര്യം. അല്ല, ശരിക്കും എത്ര ലിറ്റർ പാല് കിട്ടും ആടിന്? കുട്ടി ഉദ്ദേശിക്കുന്നത് വെളുത്താടിന്റെ കാര്യമാണോ അതോ കറുത്താടിന്റെ കാര്യമാണോ? ശരി, വെളുത്ത ആടിന് എത്ര ലിറ്റർ പാല്? വെളുത്താടിന് സൂക്ഷം 50 ലിറ്റർ പാല് കിട്ടും. കറുത്ത ആടിനോ? കറുത്ത ആടിന് സൂക്ഷം 50 ലിറ്റർ പാല് കിട്ടും. ഒറ്റയടിക്ക് പറഞ്ഞാ പോലെ. ഞാൻ ഇവരോട് രണ്ടുപേരോടും പറഞ്ഞപ്പോ കുഞ്ഞിന് ചെവി കേൾക്കാറുന്നുള്ളൂ. ഞാൻ എന്ത് കാര്യം പറഞ്ഞാലും അത് വ്യക്തമായിട്ട് പറയൂ. ശരി, മനസ്സിലായി. നല്ല കാര്യമാണ് ചേച്ചി. കാരണം ഈ 200 ആടുകൾ എന്ന് പറയുമ്പോൾ അത് നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമല്ല. അതിന്റെ മെയിൻ്റെനൻസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ എങ്ങനെയാണ് ചേച്ചി, ഇത് ഫാമിലാണോ അതോ വീടിന്റെ ഇവിടെ എങ്ങനെ, വീട്ടില് തന്നെയാണോ? മോള് കറുത്ത ആടിന്റെ കാര്യമാണോ ഉദ്ദേശിക്കുന്നത് അതോ വെളുത്താടിന്റെ കാര്യമാണോ ഉദ്ദേശിക്കുന്നത്? ഒന്നുമില്ല. ശരി, കറുത്ത ആടുകൾ എവിടെയാ? കറുത്ത ആടുകള് ഞാനൊരു നല്ല ഫാമിലാക്കിയിരിക്കുകയാണ്. അപ്പൊ കറുത്ത ആടുകൾ ഫാമിലായിരിക്കും, വെളുത്ത ആടുകൾ വീട്ടിലായിരിക്കും. അല്ല, വെളുത്ത ആടുകളെ ഞാൻ അതിനോടൊപ്പം തന്നെ ഫാമിലാക്കിയിരിക്കും. പിന്നെ ഫാമെന്നങ്ങ് പറയുന്നതല്ലേ നല്ലത്. ഞാൻ ആദ്യമേ പറഞ്ഞത് കേട്ടില്ലേ നിങ്ങളൊക്കെ? എന്താണ് ആദ്യം പറഞ്ഞത്? എന്ത് പറഞ്ഞാലും വ്യക്തം. എന്തിനാ ഞാൻ ചോദിക്കട്ടെ, ഞാൻ ഇവിടെ ആടിന്റെ കാര്യം നമ്മളെല്ലാരും കോമൺ ആയിട്ടല്ല, പശുവിന്റെ പട്ടിയുടെ കാര്യം അല്ലല്ലോ ചോദിക്കുന്നത്. ആടിന്റെ കാര്യം നിങ്ങൾ 200 ആടുണ്ടെന്ന് പറഞ്ഞു. അതിന് ചേച്ചി ഓരോ കാര്യം ചോദിക്കുമ്പോൾ നിങ്ങൾ കറുത്തനാണെങ്കിലും വെളുത്തേനാണെങ്കിലും ഒരേ ക്വാണ്ടിറ്റി, ഒരേ ക്വാളിറ്റി. കൊച്ചിന്റെ പേരെന്ത്? നേരത്തെ വിളിച്ചായിരുന്നല്ലോ, അപ്പൊ മറന്നുപോയോ? ഞാൻ കേൾക്കാൻ ഇതില്ല. എന്റെ പേരെന്ത്? എലീന മോളെ തന്നെ വിളിച്ചായിരുന്നു നേരത്തെ. വിളിച്ചായിരുന്നോ? വിളിച്ചെങ്കിൽ ഞാനങ്ങ് മറന്ന് പോയി. എന്താ എനിക്ക് പറയാൻ സൗകര്യമില്ല. ഈ പെൺകൊച്ച് പറയുന്നോളൊന്നുമല്ല, ഇവിടെ ഞാൻ വലിഞ്ഞു കയറി വന്നോളൊന്നും അല്ലല്ലോ. എന്നെ നിങ്ങൾ വിളിച്ചു വരുത്തിയതല്ലേ? നിന്റെ വീട്ടിൽ വന്നിട്ട് പറഞ്ഞോ എന്നെ ഇങ്ങോട്ട് കൊണ്ടുപോയോ, എനിക്കിങ്ങോട്ട് വരണേ, എനിക്കിങ്ങോട്ട് വരണേന്ന് പറഞ്ഞ് വന്നവളാണോ ഞാൻ? എന്നെ തെറ്റിദ്ധരിപ്പിച്ച നിങ്ങളല്ലേ? അതോ നിങ്ങളെ പിടിച്ചെടുത്തിട്ട് അയ്യോ നിങ്ങളെ പോവല്ലേ എന്ന് പറഞ്ഞിട്ടുണ്ടോ ഞാന്? നിങ്ങൾക്ക് ഇഷ്ടമുള്ളെങ്കിൽ നിങ്ങൾ എഴുന്നേറ്റ് അങ്ങ് പോ. അങ്ങനെ പറയല്ലേ ചേച്ചി? ഒരു കൾച്ചർ ഇല്ലാതെ ലീഡിയായി പോയി. അങ്ങനെ പറയല്ലേ കേട്ടോ, അങ്ങനെ പറയല്ലേ. അല്ല, പോട്ടെ, സാരല്ല. അല്ല, അപ്പം വേറൊക്കെ ചേച്ചി നല്ല കാര്യമാണ്, നല്ലൊരു സംരംഭകയാണ്. കുറെ ആടുകളെ വളർത്തുന്നു, പാല് എടുക്കുന്നു, അതിന്റെ നല്ല ഒരു ബിസിനസ് വുമൺ ആണ്. പക്ഷെ ഇതല്ലാതെ വേറെ എന്തെങ്കിലും കഴിവുകളുണ്ടോ? വല്ലഭയല്ലേ? ആണോ? പിന്നെ എന്തൊക്കെ കഴിവുള്ളത്? ഞാൻ പാട്ട് പാടും, ഞാൻ ഡാൻസ് കളിക്കും. ഓരോ നിവർത്തിയില്ലെങ്കിൽ ഞാൻ മിമിക്രിയും കാണിക്കും. അത്ര മോശമാണ് മിമിക്രി. അങ്ങനെയാണെങ്കിൽ നമുക്ക് പാട്ടൊന്ന് കേട്ടാലോ? ഒരു പാട്ട്. അതൊക്കെ പാട്ടെന്ന് പറയുമ്പോ മലയാളം പാട്ട് വേണോ തമിഴ് പാട്ട് വേണോ? മലയാളം പാട്ടായി. മലയാളം മതി. മലയാളം എന്ന് പറയുമ്പോ അടിച്ചുപൊളി പാട്ട് വേണോ അതോ നമ്മുടെ മെലഡി പാട്ടുകൾ വേണോ? അടിച്ചുപൊളി ആണെങ്കിൽ പിന്നെ പാട്ട് വേണ്ടല്ലോ, ഡാൻസ് അങ്ങ് ചെയ്താ പോരെ. ഡാൻസ് ചെയ്യാം. പക്ഷെ അത് ക്ലാസിക്കൽ വേണോ വെസ്റ്റേൺ വേണോ? ക്ലാസിക്കൽ എന്ന് പറയുമ്പോ ഇങ്ങനെ പോവും, വെസ്റ്റേൺ എന്ന് പറയുമ്പോ ഇങ്ങനെ വരും. ഏത് വേണോ?
അതിപ്പോ എന്റെ പൊന്ന് ചേച്ചി എന്തെങ്കിലും കാണിച്ചിട്ട് പോകും. അങ്ങനെ പറയരുത്. ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് എനിക്കിങ്ങോട്ട് വരണേന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. എന്നെ വിളിച്ചു. അല്ല, ഒരു കാര്യം പറഞ്ഞു ചേച്ചി, വന്നപ്പോ തൊട്ട് ഇങ്ങനെ ഓപ്ഷൻസ് പറയുന്നല്ലാതെ ഒന്നും ചെയ്യുന്നില്ല. എന്തെങ്കിലും ഒന്ന് ചെയ്യും, എന്നാലും നമുക്ക് ഞങ്ങളത് കാണാനല്ലേ ഇവിടെ ഇരിക്കുന്നെ. അതെ, അത് ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു സകലകലാ വല്ലഭയാന്ന് പറഞ്ഞല്ലോ. എനിക്ക് പാട്ട് പാടാൻ തോന്നുമ്പോ അപ്പം ഞാൻ ഡാൻസ് കളിക്കും. ഡാൻസ് കളിക്കാൻ അങ്ങോട്ട് 2 സ്റ്റെപ്പ് എടുക്കുമ്പോ അപ്പം ഞാൻ മിമിക്രി പറയും. എനിക്ക് എന്താ ചെയ്യാ, എനിക്ക് എല്ലാം കൂടെ പഠിച്ചിട്ടേ എനിക്ക് എന്താ ചെയ്യേണ്ടത്, നിങ്ങളുടെ പ്രശ്നം എന്താ? എനിക്ക് എന്താ പ്രശ്നമെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. എനിക്ക് എന്താ പ്രശ്നം? ഞാനൊരു കാര്യം പറയട്ടെ, ഈ അവസരത്തിൽ പറയാൻ പറ്റുന്നതാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പോയി ചത്തൂടെ? അതിപ്പോ എല്ലാരും ചോദിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഇതുപോലെ പരിപാടിക്ക് എവിടെ ചെന്നാലും ആൾക്കാർ ചോദിക്കും നിങ്ങൾക്ക് പോയി ചത്തൂടെയെന്ന്. നല്ല തീരുമാനമാണ്. ഞാൻ പിന്നെ പോട്ടെ. പിന്നെ അല്ല, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ കുഞ്ഞെ, നിങ്ങൾ ചാമാൻ പറഞ്ഞല്ലോ, അതിപ്പോ തൂങ്ങി ചാവണോ അതോ വിഷം ഒടിച്ച് ചാവണോ? എന്റെ തെറ്റ്, എന്റെ പിഴ, എന്റെ വലിയ പിഴ. നിങ്ങളെ ഇവിടെ വിളിച്ചു വരുത്തിയത്. പറഞ്ഞോണ്ടിരിക്കുന്നത് പിന്നെ അല്ലാണ്ട് ഇത് വിളിച്ചു വരുത്തിയിട്ട് എന്റെ അടുത്ത് മാനിപ്പുലേറ്റ് ചെയ്തിട്ട് ഓരോ കാര്യങ്ങൾ പറയുകയും ചെയ്യും. നിങ്ങൾക്ക് ചാവാൻ പോയി പറയുമ്പോൾ നിങ്ങൾക്ക് അതിലും കൺഫ്യൂഷൻ, അതിലും നിങ്ങൾക്ക് ഓപ്ഷൻസ്. നിങ്ങൾ ആരാന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇങ്ങ് വന്നേ. തീ എന്താന്നറിയോ? തീ എന്താന്നറിയാ? അറിയോ? ഫയർ അല്ലേ? ഫയർ. തീ പൊരിയുണ്ട്, തീയും ഉണ്ട്. കാണണോ? കാണണം. ഞങ്ങളുടെ തീപ്പൊരിയും തീയും ഒന്ന് കാണിച്ചേ. തീപ്പൊരി. മനസ്സിലായോ? കമ്മലെടുത്തോണ്ടോ? ഇവിടെ ഒരു സാധനം വീഴാൻ പാടില്ല. കമ്മലെടുത്തോണ്ട് ഓടിക്കോ എങ്ങോട്ടാ? തീപ്പൊരി വേണോ? ഇപ്പൊ